നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കലൂർക്കാട് പഞ്ചായത്തിൽ തെരുവുനായയുടെ ശല്യം മൂലം ജനങ്ങൾ ദുരിതത്തിൽ. 10ാം വാർഡ് ചാറ്റുപാറയിലാണ് സംഭവം അറിഞ്ഞിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ സ്ഥലം സന്ദർശിക്കാനും പരിക്കേറ്റവരെ കാണുവാനോ തയ്യാറാകാത്തത് രൂക്ഷമായ പ്രതിഷേധത്തിന് കാരണമായി. തൊടുപുഴ നഗരസഭ 12ാം വാർഡ് കാരുപാറ ഞാറുകുറ്റി ബൈപ്പാസ് റോഡ് ഗതാഗതയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. നിരവധി വട്ടം ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും നവീകരിക്കാൻ നടപടിയില്ല. ഹൈറേഞ്ചിൽ കോഴിയിറച്ചി വില കുതിക്കുന്നു. അടിമാലി മേഖലയിൽ 180-നടുത്താണ് കോഴിവില. അതികഠിനമായ വേനൽ മൂലം ഉൽപാദനം കുറഞ്ഞതാണ് വില കൂടാൻ പ്രധാന കാരണമെന്ന് വ്യാപാരികൾ. വാഴക്കുളം എടമനക്കളത്തിൽ കുടുംബയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും വൈവിധ്യമാർന്ന ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. പൊതുയോഗം രക്ഷാധികാരി റവറൻ ഡോക്ടർ ജോർജ് കാരക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ മൂന്നാർ ടൗണിൽ ഗതാഗത കുരുക്ക് വർദ്ധിച്ചു. തിരക്കേറിയതോടെ സഞ്ചാരികൾ ഏറെ സമയം റോഡിൽ വാഹനത്തിലിരിക്കേണ്ട സ്ഥിതിയാണുള്ളത്. വാർത്തകൾ വിശദമായി. കലൂർക്കാട് പഞ്ചായത്തിൽ തെരുവുനായയുടെ ശല്യം മൂലം ജനങ്ങൾ ദുരിതത്തിൽ. 10ാം വാർഡ് ചാറ്റുപാറയിലാണ് സംഭവം. കലുങ്കിനിടയിൽ പ്രസവിച്ചു കിടക്കുന്ന നായ മൂലമാണ് ജനങ്ങൾ വലയുന്നത്. കാൽനടക്കാരും ഇരുചക്ര വാഹനക്കാരും ദുരിതത്തിലാണ്. ഉപജീവനാർത്ഥം തൊഴിലിലും പോകുന്നവർക്കും ട്യൂഷന് പോകുന്ന സ്കൂൾ കുട്ടികൾക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സംഭവം അറിഞ്ഞിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ എന്നിവർ സ്ഥലം സന്ദർശിക്കാനും പരിക്കേറ്റവരെ കാണുവാനോ തയ്യാറാകാത്തത് രൂക്ഷമായ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് നാട്ടുകാർ. തെരുവുനായയുടെ ആക്രമണം രൂക്ഷം. കടിയേറ്റ് 2 പേർ ചികിത്സയിൽ. അധികൃതർ മൗനത്തിൽ. കല്ലൂർക്കാട് പഞ്ചായത്തിൽ 10ാം വാർഡ് ചാറ്റുപാറയിലാണ് സംഭവം. കലുങ്കിനിടയിൽ പ്രസവിച്ചു കിടക്കുന്ന നായ മൂലമാണ് ജനങ്ങൾ വലയുന്നത്. പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ കൈപ്പത്തടത്തിൽ റോബിൻ പമ്പിലേക്ക് പോകും വഴി പുലർച്ചെ 4 മണിക്കാണ് നായയുടെ കടിയേറ്റത്. അപ്പോൾ ഞാനിങ്ങനെ കല്ലൂർക്കാട് പമ്പിൽ വർക്ക് ചെയ്യണം. ഞാനിങ്ങനെ ഒരിക്കൽ തന്നെ പോയപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാൾ അന്ന് ലീവായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ പോയിട്ടാണ് പട്ടി വന്ന് കടിച്ചത്. കൂലിപ്പണിക്കാരനായ 59 വയസ്സ് പ്രായമുള്ള പാറത്താഴത്ത് ഷാജി പണിക്ക് പോകുമ്പോൾ രാവിലെ 8 മണിക്കാണ് പിന്നിൽ നിന്നും നായ എത്തി കടിച്ചത്. പട്ടി ഇപ്പൊ 2-3 ആളെ കടിച്ചു. ഇവിടെ ഇപ്പൊ ഞാൻ രാവിലെ പണിക്ക് പോയതായിരുന്നു. പണിക്ക് പോയ വഴിക്ക് പട്ടി എന്നെ ചാടി പിടിച്ച് കടിച്ചു. പട്ടി വിട്ടുപോയി. നമ്മുടെ നാട്ടിലെ പഞ്ചായത്തുകളുടെ ശ്രദ്ധ കുറവാണ് ഈ കാണിക്കുന്നത്. കാൽനടക്കാരും ഇരുചക്ര വാഹനക്കാരും ദുരിതത്തിലാണ്. ഉപജീവനാർത്ഥം തൊഴിലിന് പോകുന്നവർക്കും ട്യൂഷന് പോകുന്ന സ്കൂൾ കുട്ടികൾക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സംഭവം അറിഞ്ഞിട്ടും പഞ്ചായത്ത് പ്രസിഡന്റോ വാർഡ് മെമ്പറോ സ്ഥലം സന്ദർശിക്കാനും പരിക്കേറ്റവരെ കാണാൻ തയ്യാറാകാത്തതും രൂക്ഷമായ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ അംഗങ്ങളും നാട്ടുകാരും ഡ്രൈ ഡേ ആചരണം നടത്തേണ്ട ഞായറാഴ്ച തെരുവുനായയുടെ ശല്യം ഭയന്ന് നടത്താൻ ആരും തയ്യാറായില്ല. മെമ്പർമാരെ വിളിച്ചറിയിച്ചു, പിന്നെ പാർട്ടിക്കാരെ എല്ലാം വിവരം അറിയിച്ചു, ആശാ വർക്കർമാരെ വിവരം അറിയിച്ചു, CDS മെമ്പർമാരെ അറിയിച്ചു. എല്ലാ അംഗങ്ങളെയും ഞങ്ങൾ അറിയിച്ചിട്ട് ഇന്നുവരെ, ഈ നിമിഷം വരെ ഈ വാർഡിലെ മെമ്പർ ഇന്നുവരെ ഈ സംഭവ സ്ഥലത്ത് മെമ്പർ എത്തപ്പെട്ടിട്ടില്ല. ശുചീകരണ പ്രവർത്തനങ്ങൾ ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ ആരും ഇറങ്ങില്ല. കാരണം പട്ടിയെ പേടിച്ച് ഞങ്ങൾക്ക് പട്ടിയുടെ കടി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റത്തില്ല. പട്ടി കടിക്കാൻ വന്ന കാരണം ഞങ്ങൾക്ക് തൊഴിലുറപ്പിനൊന്നും പോകാൻ പറ്റുന്നില്ല. മെമ്പർ ഞങ്ങളുടെ കുരുക്കാക്കുന്ന് കഴിഞ്ഞിട്ട് മെമ്പർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എത്ര പേര് വിളിച്ചു എന്നറിയാവോ? മെമ്പർ എന്ത് കാര്യത്തിനും ചാറ്റുവാർക്ക് വരില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം എന്ന് അറിയാമല്ലോ. ഇത് ആരെ മെമ്പർ എന്നെ കാണിച്ചിട്ടാന്ന് ആൾക്കറിയാം. ഒരു കാര്യത്തിനും മെമ്പർ ഈ വാർഡിലേക്കേ വരില്ല. ഈ തെരുവുനായ്ക്കെതിരെ മെമ്പർ ഇവിടെ വരുമോ എന്നിങ്ങനെ തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ കൂടി ഇനി പഞ്ചായത്തിൽ വന്ന് ഞങ്ങൾ സമരം ചെയ്യുക. അതിന് യാതൊരു മാറ്റവും ഇല്ല. അക്ഷയ കുടുംബശ്രീ അംഗങ്ങളും പുലരി കുടുംബശ്രീ അംഗങ്ങളും പ്രദേശവാസികളും ഒപ്പുശേഖരണം നടത്തി. തെരുവുനായയുടെ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മൂവാറ്റുപുഴ നഗരസഭയിലെ അവസ്ഥ കല്ലൂർക്കാട് സംഭവിക്കാതിരിക്കാൻ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നതാണ് ചാറ്റുപാറ ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കല്ലൂർക്കാട്. നിരവധി ഡെങ്കിപ്പനികൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലും പൊതുജനം ഈ അസുഖത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാത്തതിനാലും പതിപ്പള്ളി വാർഡിലെ വിവിധ ഊരുകളിൽ ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ചേറാടി ഊരുമൂപ്പൻ പുരുഷോത്തമന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകി. നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാൻ, ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകുകളെ ഇല്ലായ്മ ചെയ്യുവാൻ
കൊതുകുകൾ വളരാൻ സാധ്യതയുള്ള മുഴുവൻ പ്രതലങ്ങളും നശിപ്പിച്ചുകൊണ്ട് കുപ്പി, ചിരട്ട, കൊക്കോക്കായ്, ടയറുകളടക്കം മുഴുവൻ പ്രതലങ്ങളും നശിപ്പിച്ചുകൊണ്ട് കൊതുക് നിർമ്മാർജ്ജനം നടത്തിക്കൊണ്ട് തുടർച്ചയായി നിരവധി ഡെങ്കിപ്പനികൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലും പൊതുജനം ഈ അസുഖത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാത്തതിനാലും പതിപ്പള്ളി വാർഡിലെ വിവിധ ഊരുകളിൽ ജനകീയ ശുചീകരണ പ്രവർത്തനം നടത്തി. 3 ദിവസങ്ങളായി പനി ഏറെ റിപ്പോർട്ട് ചെയ്ത ചേറാടി ഊരിൽ അർക്കുളം പഞ്ചായത്തിലെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരും രംഗത്തുണ്ട്. വീടുകൾ തോറും കയറി ഇറങ്ങി ശുചീകരണം നടത്തിയും വീട്ടുകാരെ അസുഖത്തിന്റെ ഗൗരവം പറഞ്ഞും വീടും പരിസരവും ശുചീകരിക്കുവാൻ നിർദ്ദേശം നൽകിയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. തൊഴിലുറപ്പ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മേമുട്ടം, പുളിക്കക്കവല, തെക്കും ഭാഗം, ആശ്രമം പ്രദേശങ്ങളിൽ കൊതുകുകൾ ഏറ്റവും അധികം മുട്ടയിടുന്ന മരങ്ങളിൽ ഉണങ്ങി നിൽക്കുന്ന കൊക്കോ കായകൾ പറിച്ച് നശിപ്പിച്ചും റബ്ബർ ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, പഴയ പാത്രങ്ങൾ, ടാങ്കുകൾ അടക്കം വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രതലങ്ങളും നശിപ്പിച്ചും ശുചീകരിച്ചും നടത്തിയ മെഗാ ശുചീകരണ പ്രവർത്തനം ഏറെ ഗുണകരമായി. എല്ലാ ദിവസവും ഉച്ചഭക്ഷണത്തിന് ശേഷം നടന്നതും നടത്താനുള്ളതുമായ കാര്യങ്ങൾ അവലോകനം നടത്താറുമുണ്ട്. ചേറാടി ഊരുമൂപ്പൻ പുരുഷോത്തമന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു ജോസഫ്, പഞ്ചായത്ത് സെക്രട്ടറി സുബൈർ, അർക്കുളം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിൻഡു ടോജൻ, ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ മന്നൻ പിള്ള, അർക്കുളം ഹെൽത്ത് ഇൻസ്പെക്ടർ, ആരോഗ്യവകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ മാർഗനിർദ്ദേശങ്ങൾ നൽകി. ഡെങ്കിപ്പനി മുന്നറിയിപ്പുമായി വാർഡിലാകമാനം, മൈക്ക് അനൗൺസ്മെന്റ്, ഫോഗിംഗ്, സൗജന്യ രക്തപരിശോധന, കൊതുകുകളുടെ മുട്ട നശിപ്പിക്കുന്ന ഗ്രാനുളുകൾ നിക്ഷേപിക്കൽ തുടങ്ങി ഡെങ്കിപ്പനി വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. തൊടുപുഴ നഗരസഭ 12-ാം വാർഡ് കാരുപാറ ഞറുക്കുറ്റി ബൈപ്പാസ് റോഡ് ഗതാഗതയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. നിരവധി വട്ടം ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും നവീകരിക്കാൻ നടപടിയില്ല. വിദ്യാർത്ഥികൾ, പ്രായമായവർ, സ്ത്രീകൾ ഉൾപ്പെടുന്ന 15ഓളം വീട്ടുകാരുടെ ഏക ആശ്രയമായ ഈ വഴിയിലൂടെ കാൽനട യാത്ര പോലും സാധ്യമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. തൊടുപുഴ നഗരസഭ 12-ാം വാർഡ് കാരുപാറ ഞറുക്കുറ്റി ബൈപ്പാസ് റോഡ് ഗതാഗതയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. നിരവധി തവണ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും നവീകരിക്കാൻ നടപടിയില്ല. വിദ്യാർത്ഥികൾ, പ്രായമായവർ, സ്ത്രീകൾ ഉൾപ്പെടുന്ന 15ഓളം വീട്ടുകാരുടെ ഏക ആശ്രയമായ ഈ വഴിയിലൂടെ കാൽനട യാത്ര പോലും സാധ്യമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് വർഷങ്ങളായിട്ട് ഈ റോഡ് കാൽനടയ്ക്ക് പോലും പറ്റിയല്ലാതെ പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ കിടക്കണതാണ്. ഇപ്പം ഇത് ആൾക്കാർക്ക് കൂടുതൽ ആൾക്കാർ ഈ ബൈപ്പാസ് ആയതുകൊണ്ട് ഞറുക്കുറ്റി റോഡിൽ ഇറങ്ങിയിട്ട് കാരുപാറ ഭാഗത്തേക്കും കാരുപാറയിൽ നിന്ന് ഞറുക്കുറ്റിക്ക് പോകാനുള്ള വഴിയാണിത്. അപ്പോൾ ഇതിലൊരു ഓട്ടോ പോലും പോകുകയില്ലാത്തൊരു അവസ്ഥയാണ്. തൊടുപുഴ നഗരസഭയുടെ 12-ാം വാർഡിൽ പെടുന്ന വഴിയാണിത്. ഇതൊരു 1/2 കിലോമീറ്റർ താഴെയാണ് ഈ വഴികൾ കാരുപാറ റോഡും വണ്ണപ്പുറം റോഡുമായിട്ടുള്ള അകലം. ദിനംപ്രതി സ്കൂൾ ബസ്സുകളടക്കം 100 കണക്കിന് വാഹനങ്ങളാണ് ഈ വഴി കടന്നു പോകുന്നത്. ഞറുക്കുറ്റി ഭാഗത്തു നിന്നും വെസ്റ്റ് കോടിക്കുളം റൂട്ടിലേക്ക് ഈ വഴിയിലൂടെ എളുപ്പത്തിൽ പ്രവേശിക്കാം. അതിനാൽ സ്വകാര്യ വാഹനങ്ങൾ ഈ വഴിയാണ് കൂടുതലായി ആശ്രയിക്കുന്നത്. റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. മഴക്കാലം ആരംഭിക്കുകയും സ്കൂൾ തുറക്കുകയും ചെയ്യുന്നതോടെ ഇവിടുത്തെ യാത്രാ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്നും അതിന് മുന്നോടിയായി അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ മഴക്കാലത്ത് വള്ളം മേടിച്ചിട്ടാൽ പോലും ഞങ്ങൾക്ക് വീട്ടിലെത്താൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ്. ഞങ്ങളുടെ ചെയർമാനോട് പറഞ്ഞു, ഞങ്ങൾ എവിടെ ചെന്നാൽ ഇത് പറയേണ്ടത് ഇനി. വെള്ളം കാരണം ഒരു അരുവിൽക്കട പോലും ഞങ്ങൾക്ക് കടന്നെത്തത്തില്ല. ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടെത്തിയേ തീരൂ. കാരണം ഞങ്ങൾക്ക് ആശുപത്രി, പള്ളി, ഇതൊക്കെയാണ് ഞങ്ങളെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള മെയിനായ കാര്യങ്ങൾ. ആണുങ്ങൾക്ക് സ്കൂട്ടറോ എന്തിനെങ്കിലും കാറിനോ പോകാം. ഞങ്ങൾക്ക് സ്ത്രീകൾക്കോ ഒരു ആശുപത്രി പോകണമെങ്കിൽ പോലും ഞങ്ങൾക്ക് പോകാനുള്ള നിർവാഹമില്ല ഇതിൽ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഹൈറേഞ്ചിൽ കോഴിയിറച്ചി വില കുതിക്കുന്നു. അടിമാലി മേഖലയിൽ 180-നടുത്താണ് കോഴിവില. അതികഠിനമായ വേനൽ മൂലം ഉൽപാദനം കുറഞ്ഞതാണ് വില കൂടാൻ പ്രധാന കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പിടികൊടുക്കാതെ കുതിക്കുകയാണ് ഇറച്ചിക്കോഴിയുടെ വില. ദിവസവും കോഴിയിറച്ചിക്ക് വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. അടിമാലി മേഖലയിൽ 180-നടുത്താണ് കോഴിവില. കഴിഞ്ഞ ഒരു മാസത്തിനകം സംസ്ഥാനത്ത് കോഴിവിലയിൽ 40 രൂപയ്ക്കടുത്ത് വർധനവാണ് ഉണ്ടായത്. 2023 ഡിസംബറിൽ ഇറച്ചിക്കോഴിക്ക് 100 രൂപയിൽ താഴെയായിരുന്നു വില. കഠിനമായ വേനൽ മൂലം ഉൽപാദനം കുറഞ്ഞതാണ് വില കൂടാൻ പ്രധാന കാരണം. ചൂട് കടുത്തതോടെ കർഷകർ കോഴി വളർത്തൽ താൽക്കാലികമായി നിർത്തി. കേരളം, ആന്ധ്ര, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ലഭ്യത കുറഞ്ഞു. പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നുമാണ് വിൽപ്പനയ്ക്കായി ഹൈറേഞ്ചിലേക്കടക്കം ഇറച്ചിക്കോഴികൾ എത്തുന്നത്.
കേരളത്തിലെ ചില ഫാമുകളിൽ നിന്നും വിൽപ്പനയ്ക്കായി വ്യാപാരികൾ കോഴി വാങ്ങുന്നുണ്ട്. വില കുത്തനെ ഉയർന്നതോടെ തീൻമേശകളിൽ കോഴി വിഭവങ്ങൾ നിരക്കണമെങ്കിൽ ആളുകൾ അധിക തുക മുടക്കേണ്ടി വരുന്നു. ഹോട്ടൽ മേഖലയ്ക്കും കോഴിയിറച്ചി വില ഉയർന്നത് തിരിച്ചടിയായിട്ടുണ്ട്. ഹോട്ടലുകളിൽ കോഴി വിഭവങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത്. അതേസമയം വിലവർദ്ധനവ് നിയന്ത്രിക്കേണ്ടുന്ന സർക്കാർ സംവിധാനങ്ങൾ ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതി ആളുകൾ പങ്കുവയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി. വിദ്യാവികാസ് മെറിറ്റ് ഡേ സെലിബ്രേഷൻ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 21 വൈകുന്നേരം 3 മണിക്ക് മെറിറ്റ് ഡേ സെലിബ്രേഷൻ നടത്തും. അനുമോദന ചടങ്ങ് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കോതമംഗലം MLA ആന്റണി ജോൺ, മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, കോതമംഗലം മുനിസിപ്പൽ കൗൺസിലർ ജൂബി പ്രതീഷ് തുടങ്ങിയവർ ആശംസകൾ നേരും. വിദ്യാവികാസ് മെറിറ്റ് ഡേ സെലിബ്രേഷൻ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1999 കോതമംഗലം മൂവാറ്റുപുഴ മേഖലയിൽ വിദ്യാവികാസ് ട്രസ്റ്റിന്റെ കീഴിൽ കറുകടുത്ത പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ ICSE സ്കൂളാണ് വിദ്യാവികാസ്. വിദ്യാവികാസ് ട്രസ്റ്റിന്റെ ചെയർമാൻ മുൻ മന്ത്രി TU കുരുവിളയാണ്. മാനേജിംഗ് ട്രസ്റ്റി ഫാദർ വർഗീസ് മൈക്കുളങ്ങരയും സെക്രട്ടറി രാജശേഖരൻ, ട്രഷറർ തോമസ് ജോൺ എന്നിവരുമാണ്. പഠനത്തോടൊപ്പം തന്നെ വിവിധ കലാകായിക മേഖലകൾക്കും വിദ്യാവികാസ് സ്കൂൾ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. വെറും 45 കുട്ടികൾ മാത്രമേ തുടങ്ങിയ ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇന്നും അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. 2003 ആദ്യത്തെ ICSE 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ കുട്ടികൾ 100% വിജയവും ഉന്നത മാർക്കും കരസ്ഥമാക്കി. ആ വിജയഗാഥ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. 2010 സയൻസ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ ISE അഫിലിയേഷൻ ലഭിച്ചു. തുടർന്നുള്ള പരീക്ഷകളിൽ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുകയും ചെയ്തു. 2023-24 അധ്യയന വർഷത്തിൽ ICSE 10ാം ക്ലാസ് പരീക്ഷയിൽ 99% മാർക്കോടെ ഓൾ ഇന്ത്യ ലെവലിൽ 5ാം സ്ഥാനം കരസ്ഥമാക്കിയ വസുദേവ് സജീവിനെയും ISE 12ാം ക്ലാസ് പരീക്ഷയിൽ സയൻസ് സ്ട്രീമിൽ 90% മാർക്ക് നേടിയ വിഘ്നേഷ് പ്രസേദിനെയും ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ 97% മാർക്ക് നേടിയ ഷാരൻ മരിയ ഷെബിയെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ മറ്റു കുട്ടികളെയും അനുമോദിക്കുന്നതിനു വേണ്ടി വിദ്യാവികാസ് സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ മെയ് 21 വൈകുന്നേരം 3 മണിക്ക് മെറിറ്റ് ഡേ സെലിബ്രേഷൻ നടത്തും. അനുമോദന ചടങ്ങ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കോതമംഗലം MLA ആന്റണി ജോൺ, മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, കോതമംഗലം മുനിസിപ്പൽ കൗൺസിലർ ജൂബി പ്രതീഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും. വിദ്യാവികാസ് ട്രസ്റ്റ് ചെയർമാൻ മുൻ മന്ത്രി ഷെവലിയർ TU കുരുവിള, മാനേജ്മെന്റ് ട്രസ്റ്റി റവറൻ ഫാദർ വർഗീസ് മൈക്കുളങ്ങര, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ റെനി അന്ന ജോസഫ്, അക്കാദമിക് കോർഡിനേറ്റർ അനിത ജോർജ്, PTA പ്രസിഡന്റ് അജിഷ അൻസാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 7ാം സ്ഥാനമുണ്ടായിരുന്നു ഓൾ ഇന്ത്യ ലെവലിൽ. ഈ വർഷം അത് 5ാം സ്ഥാനത്തേക്ക് ഉയർന്നു. എല്ലാ കുട്ടികളും ജയിക്കുകയും നല്ല രീതിയിൽ റിസൾട്ട് സമ്പാദിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു മെറിറ്റ് ഡേ ആഘോഷിക്കുകയാണ് 21ാം തീയതി. റോഷി അഗസ്റ്റിൻ, ബഹുമാനപ്പെട്ട ഇറിഗേഷൻ്റെ മന്ത്രി റോഷി അഗസ്റ്റിനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. 21ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് ഫംഗ്ഷൻ ആരംഭിക്കും. അതിൽ വെച്ച് ആ കുട്ടികളെ ആദരിക്കും. ഓൾ ഇന്ത്യ ബേസിൽ 5ാം റാങ്ക് കിട്ടിയ കുട്ടിയെ ഞങ്ങൾ ആദരിക്കുന്നതാണ്. അവരോടുകൂടി തന്നെ +2-ൽ ഹ്യൂമാനിറ്റീസിലും സയൻസിലും ഗ്രൂപ്പിൽ ഫസ്റ്റ് പ്ലേസിൽ വന്നിരിക്കുന്ന കുട്ടികളെ ആദരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വാഴക്കുളം എടമനക്കളത്തിൽ കുടുംബയോഗത്തിന്റെ 58ാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും വൈവിധ്യമാർന്ന ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. വാഴക്കുളം കർമ്മല ആശ്രമ ദേവാലയത്തിൽ ദിവ്യബലിയോട് കൂടിയാണ് ആരംഭിച്ചത്. വാഴക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുയോഗം രക്ഷാധികാരി റവറൻ ഡോക്ടർ ജോർജ് കാരക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബയോഗം പ്രസിഡന്റ് ഡൊമിനിക് ജോർജ് മലേക്കുടിയിൽ അധ്യക്ഷത വഹിച്ചു. വാഴക്കുളം എടമനക്കളത്തിൽ കുടുംബയോഗത്തിന്റെ 58ാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടത്തി. വാഴക്കുളം കർമ്മല ആശ്രമ ദേവാലയത്തിൽ ദിവ്യബലിയോട് കൂടി ആരംഭിച്ചു. വാഴക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുയോഗം രക്ഷാധികാരി റവറൻ ഡോക്ടർ ജോർജ് കാരക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. ഏത് രീതിയിലാണ് ഈ ഭാവി കരുപിടിപ്പിക്കാവുന്നത് എന്ന് ചിന്തിച്ച് അതിനെക്കുറിച്ച് ആകുലപ്പെട്ട് ഒരുപാട് പേര് വിഷമിക്കുന്നത് നാം കാണുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യം ഒരു വലിയ പ്രതിസന്ധിയുടെ സാഹചര്യമാണ്. ഈ പ്രതിസന്ധിയെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും? വർഷങ്ങൾക്ക് മുമ്പ് 50-ൽ പരം വർഷങ്ങളായി നമ്മുടെ കുടുംബത്തിലെ കാരണവരായിരുന്ന ബഹുമാനപ്പെട്ട ശബരിയാരച്ഛൻ ഈ കുടുംബയോഗം സ്ഥാപിച്ചു. അതിനതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഈ ലക്ഷ്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് സാക്ഷാത്കരിക്കുന്നുണ്ടോ? ആ ലക്ഷ്യങ്ങളോടെയാണോ ഈ കുടുംബയോഗം മുമ്പോട്ട് പോകുന്നത്?
ലക്ഷ്യങ്ങൾ ഞാനിവിടെ വിവരിക്കേണ്ടതില്ല. ആ ലക്ഷ്യങ്ങൾ എങ്ങനെ വാസ്തവത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇന്ന് പെന്തക്കോസ്ത തിരുനാളായിട്ട് തിരുസഭയിൽ ആചരിക്കപ്പെടുന്ന ദിവസമാണ്. ഇതൊരു വലിയ തിരുനാളാണ്, നന്മയുടെ തിരുനാളാണ്. കാരണം നന്മയായിട്ടുള്ളതിൻ്റെ എല്ലാം ഉറവിടം ദൈവമാണ്. കുടുംബയോഗം പ്രസിഡന്റ് ഡൊമിനിക് ജോർജ് മലയക്കുടിയിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഓസ്റ്റിൻ കളപ്പുരയ്ക്കൽ CMI മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ജോർജ് മാനുവൽ, യൂത്ത് വിംഗ് സെക്രട്ടറി ചിഞ്ചു മരിയ സൈബു എന്നിവർ കുടുംബയോഗ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുടുംബയോഗം കണക്ക് ട്രഷറർ KM ജോസഫ്, കോവേലി കളപ്പുരയ്ക്കൽ, യൂത്ത് വിംഗ് ട്രഷറർ ഫെബിൻ ഫ്രാൻസിസ് പുൽപ്പറമ്പിൽ എന്നിവർ അവതരിപ്പിച്ചു. യൂത്ത് വിംഗ് രക്ഷാധികാരികളായ ഫാദർ ജോസ് കളപ്പുരയ്ക്കൽ, ഫാദർ റോമിയോ പുൽപ്പറമ്പിൽ എന്നിവർ ആശംസകളും കുടുംബാംഗങ്ങളെ ആദരിക്കലും നടത്തി. ഭരണസമിതി അംഗം ജോയി തലയ്ക്കൽ സ്വാഗതം ആശംസിച്ചു. ലിസി സാജു നന്ദി പറഞ്ഞു. പൊതുയോഗത്തിൽ വെച്ച് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾ, നവദമ്പതികൾ, 50 വർഷം പൂർത്തിയാക്കിയ ദമ്പതികൾ, 80 വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾ, ജൂബിലി ആഘോഷിക്കുന്ന വൈദികർ, സിസ്റ്റർമാർ, മറ്റു മേഖലകളിൽ അപൂർവ നേട്ടം കൈവരിച്ചവർ തുടങ്ങിയവരെ ആദരിക്കുകയും സമ്മാനദാനവും വിവിധ കലാപരിപാടികളും നടത്തുകയും ചെയ്തു. ഒരു ദിനം കനവിൻ മലർവനം അരികിലത് മിഴികളിലടരുകയോ, ഇതുവരെ കരളിൽ പ്രിയമൊഴി മതപകരം പലദിനമോത്തിടവേ. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം. വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ മൂന്നാർ ടൗണിൽ ഗതാഗത കുരുക്ക് വർദ്ധിച്ചു. തിരക്കേറിയതോടെ സഞ്ചാരികൾ ഏറെ സമയം റോഡിൽ വാഹനത്തിലിരിക്കേണ്ട സ്ഥിതിയാണ് ഉള്ളത്. മൂന്നാർ മറയൂർ റോഡിലടക്കം പലയിടത്തും മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥിതിയുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ ഊട്ടിയിൽ സന്ദർശകർക്ക് പാസ് ഏർപ്പെടുത്തിയതോടെയാണ് മൂന്നാറിൽ സന്ദർശകരുടെ തിരക്ക് വർദ്ധിച്ചത്. വർഷങ്ങൾ പലത് പിന്നിട്ടിട്ടും തിരക്കേറുന്ന ദിവസങ്ങളിൽ മൂന്നാർ ടൗണിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമില്ല. ടൗണിൽ കുരുക്ക് മുറുകുകയും കാൽനടയാത്രയും വാഹനയാത്രയും ഒരേപോലെ പ്രയാസമാവുകയും ചെയ്യുന്ന കാഴ്ച ഇപ്പോഴും ആവർത്തിക്കപ്പെടുകയാണ്. സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ വലിയ തിരക്കാണ് മൂന്നാർ ടൗണിൽ അനുഭവപ്പെടുന്നത്. വിഷയത്തിൽ പ്രശ്നപരിഹാരം കാണാൻ ഇടയ്ക്കിടെ യോഗങ്ങൾ ചേരുകയും കുരുക്കഴിക്കാൻ പോകുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നടപ്പിലാക്കുമെന്ന് പറയുന്ന ഗതാഗത പരിഷ്കരണം വേണ്ടവിധം നടപ്പിലാക്കാതെ വരുന്നതാണ് തിരക്കേറുന്ന ദിവസങ്ങളിൽ പ്രതിസന്ധി പിന്നെയും ആവർത്തിക്കുവാൻ കാരണം. ஒரு மூணாரில் வந்து எஸ்டேட்லேருந்து ஒரு எமர்ஜென்சி சிச்சுவேஷன் யாருக்காவது ஏதாவது பிரச்சனை ஆச்சுன்னா கூட அவங்கள வண்டியில் எடுத்து கொண்டு வரது கூட ரொம்ப கஷ்டமாக இருக்குது. மாட்டுப்பட்டியிலேருந்து ஒரு ஆளுக்கு ஒரு சோமில்னா மூணார் வர்றதுக்கு ரொம்ப டிராஃபிக் ரொம்ப பிரச்சனையாக இருக்குது. மக்கள் வந்து ரொம்ப அவதிப்படுறாங்க. இது வந்து ரோடு வசதி வந்து சீக்கிரத்தில் சரி பண்ணி கொடுக்கணும். டிராஃபிக் இது வந்து விடுமுறை நாட்கள்னால சுற்றுலா பயணிகளும் வந்து ரொம்ப அவதிப்படுறாங்க. ഞങ്ങൾ വെളുപ്പിന് 4 മണിക്ക് ഇറങ്ങിയത് ഇതുവരെ എത്തിയില്ല. ട്രാഫിക് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം ഫാമിലിയിൽ എല്ലാവരും പിള്ളേരും കൊണ്ട് വന്നേക്കണം. ഞങ്ങൾക്ക് വട്ടവട പോകാനായിട്ടാണ് ഞങ്ങൾ എത്തിയത്. തോടുന്ന വണ്ടി ട്രാഫിക് കാരണം നീങ്ങാൻ പറ്റിയിട്ടില്ല, പോകാൻ പറ്റിയിട്ടില്ല. ബുദ്ധിമുട്ടാണ്. നമ്മൾ മൂന്നാർ റെഗുലറായിട്ട് വരുന്നതാണ്, ഗസ്റ്റിനെയും കൊണ്ട് വരുന്നതാണ്, ടൂറിസ്റ്റുകളെയും കൊണ്ട് വരുന്നതാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് മൂന്നാർ വരുമ്പോൾ ട്രാഫിക്കാണ്. ആരും ഇത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ലെന്നുള്ളൊരവസ്ഥയാണ്. വഴിയിലെല്ലാം 2 സൈഡിലും വണ്ടികളെല്ലാം നിർത്തിയിട്ടിരിക്കുക. നമുക്ക് അതുകൊണ്ട് വണ്ടി എടുത്ത് മുമ്പോട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. പോലീസ് ഇത് ശ്രദ്ധിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. മൂന്നാർ ടൗണിൽ മാത്രമല്ല, മൂന്നാർ മറയൂർ റോഡിലും മൂന്നാർ വട്ടവട റോഡിലുമൊക്കെ സഞ്ചാരികൾ ഗതാഗതക്കുരുക്കിലകപ്പെടുന്ന കാഴ്ച തുടർക്കഥയാവുകയാണ്. സഞ്ചാരികൾ ഏറെ സമയം റോഡിൽ വാഹനത്തിൽ ഇരിക്കേണ്ട സ്ഥിതിയാണുള്ളത്. മൂന്നാർ മറയൂർ റോഡിലെ ലക്കം വെള്ളച്ചാട്ടത്തിന് സമീപത്ത് മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥിതിയുമുണ്ട്. വാഹന പാർക്കിംഗ് പുനഃക്രമീകരിക്കുന്നതടക്കം ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ ഉതകുന്ന ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് ഭ്രമരം പോയിന്റ്.
കാന്തല്ലൂരിലെത്തുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഭ്രമരം പോയിന്റിലെത്തി കാഴ്ചകൾ കണ്ടും ചിത്രങ്ങൾ പകർത്തിയുമാണ് മടങ്ങാറ്. ദിവസവും നിരവധി ട്രക്കിംഗ് ജീപ്പുകളാണ് സഞ്ചാരികളുമായി ഇവിടെ എത്തുന്നത്. ആപ്പിളും സ്ട്രോബെറിയും ഒക്കെ വിളയുന്ന പഴത്തോട്ടങ്ങൾ മാത്രമല്ല കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത്. കാന്തല്ലൂരിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒക്കെ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. മുനിയറകളുള്ള ആനക്കോട്ടപ്പാറ ഉൾപ്പെടെ കണ്ടിരിക്കേണ്ട മറ്റ് ചിലയിടങ്ങളും കാന്തല്ലൂരിലുണ്ട്. അതിലൊന്നാണ് ഭ്രമരം പോയിന്റ്. കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ഭ്രമരം പോയിന്റ്. കാന്തല്ലൂരിലെത്തുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഭ്രമരം പോയിന്റിലെത്തി കാഴ്ചകൾ കണ്ടും ചിത്രങ്ങൾ പകർത്തിയുമാണ് മടങ്ങാറ്. ഇത് ഭ്രമരം പോയിന്റാണ്. ഇവിടെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്, ജീപ്പ് ഇഷ്ടംപോലെ വരുന്നുണ്ട്, പിന്നെ കുടിക്കാൻ വെള്ളം നല്ല സൗകര്യമുണ്ട്, പിന്നെ ചായക്കട, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ തൈലം, പുൽത്തൈലം, പിന്നെ തേന്, ഇതുപോലത്തെ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ പോയാൽ നമുക്ക് താഴെയുള്ള സ്ഥലം മൊത്തം കാണാം, നല്ല വ്യൂ ഉണ്ട്. മരത്തിന് മുകളിലെ ട്രീ ഹൗസുകളും ചെറു കുടിലുകളും കാന്തല്ലൂരിന്റെയും മറയൂരിന്റെയും വിശാലമായ പരന്ന കാഴ്ചയും വൈകുന്നേരങ്ങളിലെ സൂര്യാസ്തമയ കാഴ്ചകളുമെല്ലാം ഭ്രമരം പോയിന്റിനെ മനോഹരമാക്കുന്നു. ദിവസവും നിരവധി ട്രക്കിംഗ് ജീപ്പുകളാണ് സഞ്ചാരികളുമായി ഇവിടെ എത്തുന്നത്. സ്വന്തം വാഹനങ്ങളിലും ഭ്രമരം പോയിന്റിലെ കാഴ്ചകൾ കാണാൻ എത്താം. മധ്യവേനൽ അവധി ആരംഭിച്ചതു മുതൽ ആയിരക്കണക്കിന് സഞ്ചാരികൾ ഇതിനോടകം ഭ്രമരം പോയിന്റിലെത്തി മടങ്ങി. അവധിക്കാലം അവസാനിക്കും വരെ ഈ തിരക്ക് തുടരാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, കാന്തല്ലൂർ. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി മേഖലയായ കള്ളക്കൂട്ടിക്കുടിയിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം ഈ വേനൽക്കാലത്തും സാധ്യമായില്ല. കാലവർഷമെത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇത്തവണയും ആദിവാസി കുടുംബങ്ങളുടെ പുറം ലോകത്തേക്കുള്ള യാത്ര കുടുംബങ്ങൾ തന്നെ നിർമ്മിക്കുന്ന ഈറ്റ കൊണ്ടുള്ള തൂക്കുപാലത്തിലൂടെയാകും. 2018 പ്രളയത്തിലായിരുന്നു കള്ളക്കൂട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ പുറം ലോകത്തേക്കെത്താൻ ആശ്രയിച്ചിരുന്ന പാലം ഒഴുകിപ്പോയത്. അന്നു മുതൽ മഴക്കാലത്ത് സമാനതകളില്ലാത്ത ദുരിതമാണ് ഈ കുടുംബങ്ങൾ അനുഭവിക്കുന്നത്. അരി ഉൾപ്പെടെ അവശ്യ വസ്തുക്കൾ എന്തു വാങ്ങണമെങ്കിലും പുഴ കടന്ന് ഇക്കരെ എത്തണം. സ്കൂൾ തുറക്കുന്നതോടെ പഠനം നടത്തുന്ന കുട്ടികളും പുഴ കടന്ന് വേണം വിദ്യാലയത്തിലെത്താൻ. മഴയത്ത് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയുള്ള ഇവരുടെ പുറം ലോകത്തേക്കുള്ള യാത്ര ഏറെ ദുഷ്കരമാണ്. ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ മഴക്കാലം ആരംഭിക്കും മുമ്പേ പുഴയ്ക്ക് കുറുകെ ഇവർ തന്നെ ഈറ്റ കൊണ്ടൊരു തൂക്കുപാലം നിർമ്മിക്കും. പുഴയ്ക്ക് അക്കരെ ഇക്കരെയുള്ള 2 മരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ഈ പാലത്തിലൂടെയാണ് അലറി കുതിച്ചൊഴുകുന്ന പുഴയ്ക്ക് മുകളിലൂടെയുള്ള മഴക്കാലത്തെ ഇവരുടെ യാത്ര. ജീവൻ പണയപ്പെടുത്തി സാഹസികമായി തന്നെ വേണം പാലത്തിലൂടെ യാത്ര ചെയ്യാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കുമെല്ലാം മഴക്കാലത്ത് യാത്രാമാർഗം ഇതേയുള്ളൂ. 2018 മുതൽ ഇവർ ഈ ദുരിതം അനുഭവിക്കുന്നു. പുഴ കടന്നവർ പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്ന റോഡും യാത്രായോഗ്യമാക്കേണ്ടതായുണ്ട്. പാലത്തിന്റെയും റോഡിന്റെയും ഒക്കെ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചുവെന്ന് കള്ളക്കൂട്ടിക്കുടിയിലെ ആളുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പക്ഷേ ഈ മഴക്കാലത്തും കാട്ടാറിന് മുകളിലൂടെ ഈറ്റ കൊണ്ടുള്ള തൂക്കുപാലത്തിലൂടെ ജീവൻ കയ്യിൽ പിടിച്ച് യാത്ര ചെയ്യേണ്ടുന്ന ഗതികേടിലാണ് കുടിനിവാസികൾ. എത്രയും വേഗത്തിൽ പുതിയ പാലം നിർമ്മിക്കുന്നതോടൊപ്പം റോഡും യാത്രായോഗ്യമാക്കണമെന്ന ആവശ്യം കള്ളക്കൂട്ടിക്കുടിയിലെ കുടുംബങ്ങൾ ആവർത്തിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മാങ്കുളം. ബാലസംഘം കരിമണ്ണൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള മുഖ്യമന്ത്രിയുമായിരുന്ന EK നായനാരുടെ അനുസ്മരണവും ഹാപ്പിനെസ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. ഉടുമ്പന്നൂരിൽ വെച്ച് നടന്ന കുട്ടികളുടെ കലാകായിക മത്സരങ്ങളും സമാപന സമ്മേളനവും ഉടുമ്പന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് M ലതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. PJ ഉലഹന്നാൻ അധ്യക്ഷത വഹിച്ചു. ബാലസംഘം കരിമണ്ണൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപക പ്രസിഡന്റും കേരള മുഖ്യമന്ത്രിയുമായിരുന്ന EK നായനാരുടെ അനുസ്മരണവും ഹാപ്പിനെസ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. ഉടുമ്പന്നൂരിൽ വെച്ച് നടന്ന കുട്ടികളുടെ കലാകായിക മത്സരങ്ങളും സമാപന സമ്മേളനവും ഉടുമ്പന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് M ലതീഷ് ഉദ്ഘാടനം ചെയ്തു. PJ ഉലഹന്നാൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ ജോയിന്റ് കൺവീനർ KP മധു സ്വാഗതവും TM സുബൈർ നന്ദിയും പറഞ്ഞു. മെമ്പർ സുലേഷ സലീം, KK നാരായണൻ, മുഹമ്മദ് റോഷിൻ എന്നിവർ പങ്കെടുത്തു.
കെട്ടിക്കിടക്കുന്ന വെള്ളം മറിച്ച് കളയുക. ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡെങ്കുപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ എങ്ങനെ പൊരുതാൻ വേണം. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കാൻ വേണ്ടി ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം പകർച്ചവ്യാധികളെ കുറിച്ചാണ്. പകർച്ചവ്യാധി നമ്മളിൽ നിന്ന് പോകാനായിട്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും ഡ്രൈ ഡേ ആചരിക്കുകയും വേദിയിലിരിക്കുന്ന വ്യക്തികളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നമുക്ക് പൊതുവെ ഇപ്പം നമ്മൾ കേട്ട് വരുന്നതാണ് പരിസ്ഥിതി സൂക്ഷ്മതകൾ ന്യൂസ് ഉടുമ്പന്നൂർ. കേരള കർഷക സംഘം പൈങ്ങോട്ടൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാത്തമറ്റം ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ചാത്തമറ്റം സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് CPIM ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം പൈങ്ങോട്ടൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാത്തമറ്റം ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ചാത്തമറ്റം സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് CPIM ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ അവകാശത്തെ സംബന്ധിച്ച് പറയുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ, ഇന്ത്യൻ പൗരന്മാർ, സാധാരണക്കാരായ ജനങ്ങൾ, കർഷകർ അവരുടെ അവകാശത്തെ സംബന്ധിച്ചും അവരുടെ ജീവന്റെയും സ്വത്തിന്റെയും സംരക്ഷണത്തെ സംബന്ധിച്ചും എന്തുകൊണ്ടാണ് ഗൗരവത്തോടു കൂടി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഏതാണ്ട് 50 വർഷത്തിന് ഇടയിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഈ രൂക്ഷമായ വന്യമൃഗശല്യം ഉണ്ടാകുന്നത്. അത് കോതമംഗലം മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശവുമുണ്ട്, കാളങ്ങാട് പഞ്ചായത്തിന്റെ കുറെ പ്രദേശങ്ങളും, ഇവിടെ മോറ്റോട മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പൈങ്ങോട്ടൂർ പഞ്ചായത്തിന്റെ നമ്മളിവിടെ നിൽക്കുന്ന ചാത്തമറ്റം അടക്കമുള്ള പ്രദേശങ്ങൾ. വന്യമൃഗശല്യം തടയുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു മാർച്ച്. ജാഥയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കർഷക സംഘം വില്ലേജ് സെക്രട്ടറി നോബിൾ ജോൺ അധ്യക്ഷനായി. സാബു ടി മാത്യു സ്വാഗതം പറഞ്ഞു. AV സുരേഷ്, രാജീവ് വിജയൻ, ആം ആദ്മി നേതാവ് ചാൾസ് വാട്ടപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കാലാവധി കഴിഞ്ഞതും ഉപയോഗശൂന്യവുമായ വാഹനങ്ങൾ വിസ്മയം ജനിപ്പിക്കുന്ന കൗതുക വസ്തുക്കളും ഉപകരണങ്ങളുമാക്കുകയാണ് തൊടുപുഴ മണക്കാട് സ്വദേശി അർജുൻ K മേനോൻ. അർജുന്റെ ഗ്യാരേജിൽ തീർത്ത അക്വേറിയം ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു. അരുൺ അടുക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. കാലാവധി കഴിഞ്ഞതും ഉപയോഗശൂന്യവുമായ വാഹനങ്ങൾ വിസ്മയം ജനിപ്പിക്കുന്ന കൗതുക വസ്തുക്കളും ഉപകരണങ്ങളുമാക്കുകയാണ് തൊടുപുഴ മണക്കാട് സ്വദേശി അർജുൻ K മേനോൻ. അർജുന്റെ ഗ്യാരേജിൽ തീർത്ത അക്വേറിയം ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു. വാഹനങ്ങളുടെ പാർട്സുകൾ കൊണ്ട് ഫർണിച്ചറുകൾ നിർമ്മിച്ചു നൽകുകയാണ്. പൊളിക്കുന്ന വാഹനങ്ങളുടെ ബോഡി മാത്രം കൊണ്ടുവന്ന് കാർ ഫർണിച്ചർ, കുട്ടികൾക്കായുള്ള വാഹനങ്ങൾ, സ്കൂട്ടർ വെച്ചിട്ടുള്ള ചെയറുകൾ എന്നിവയും പഴയ വാഹനങ്ങൾ കൊണ്ട് പുതിയ ഫർണിച്ചറുകൾ ഉപയോക്താക്കൾക്കായി ഓർഡർ അനുസരിച്ചും ചെയ്തു കൊടുക്കുന്നു. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു കാർ ഫർണിച്ചറിലാണ്. ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ചതാണ്. അതായത് 90 മോഡൽ 118 എന്ന് പറയുന്ന പ്രീമിയറിൻ്റെ ഒരു ബ്രാൻഡ് വണ്ടിയായിരുന്നു. അത് നമ്മൾ ഈ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ പൊളിക്കുന്ന സ്ക്രാപ്പ് വാഹനങ്ങൾ ബോഡി മാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് ഫർണിച്ചർ രൂപത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള കാർ ഫർണിച്ചർ രീതിയിൽ, അതായത് അക്വേറിയം, പിന്നെ കുട്ടികൾക്കായിട്ടുള്ള പെഡൽ ജീപ്പുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടർ, പിന്നെ സ്കൂട്ടർ വെച്ചിട്ടുള്ള ചെയർ, അങ്ങനെ നമ്മൾ പഴയ വാഹനങ്ങൾ കൊണ്ട് വീണ്ടും പുതിയൊരു സംഭവം അത് ബിസിനസ്സാക്കി മാറ്റി ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓർഡർ അനുസരിച്ചിട്ട് ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട്, കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അക്വേറിയം നമ്മൾ ജീപ്പിൻ്റെ ബോണറ്റ്, അതുപോലെ തന്നെ ഗ്രില്ല്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് അതിന് ഒരു വില്ലീസിൻ്റെ മോഡലാണ് ചെയ്തിരിക്കുന്നത്. അത് മുകളിലേക്ക് വരുന്ന അക്വേറിയത്തിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് മൾട്ടിവുഡ് അതുപോലുള്ള ഫൈബർ പോർഷനൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. താഴത്തേക്കുള്ള പീസുകൾ നമ്മൾ പല വാഹനങ്ങളുടെ പല പാർട്സുകളാണ്. അതുപോലെ ലൈറ്റുകൾ, അതെല്ലാം വില്ലീസിൻ്റെ ഒറിജിനൽ ലൈറ്റുകളാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വീട്ടിലേക്ക് വേണ്ട രീതിയിൽ വളരെ ക്യൂട്ടായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് സ്ഥലമൊന്നും പോകില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് TV സ്റ്റാൻഡുണ്ട്, അതുപോലെ തന്നെ ജീപ്പ്, കിഡ്സിൻ്റെ ജീപ്പ്, പിന്നെ പത്മിനിയിൽ നമ്മൾ സീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീമിയർ പത്മിനി ഫുള്ളായിട്ട് സീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ സെയിൽ ചെയ്തു. അർജുന്റെ ആശ്ചര്യപ്പെടുത്തുന്ന കഴിവിലെ ആദ്യത്തേതല്ല ഇത്. വാഹനങ്ങളോടുള്ള കമ്പം മൂലം നഗരത്തിലെ ഹോട്ടലിനായി പ്രീമിയർ പത്നി കാറിലൊരുക്കിയ ക്യാഷ് കൗണ്ടറാണ്.
ഇതിനു മുമ്പ് സ്വന്തമായി 4 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ട് നിർമ്മിച്ച് നദിയിലൂടെ പായിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ബിരുദധാരിയാണ് അർജുൻ. പുതിയ പരീക്ഷണം ഹിറ്റായതോടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഓർഡറുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മണക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കലൂർക്കാട് പഞ്ചായത്തിൽ തെരുവ് നായയുടെ ശല്യം മൂലം ജനങ്ങൾ ദുരിതത്തിൽ. 10-ാം വാർഡ് ചാറ്റുപാറയിലാണ് സംഭവം അറിഞ്ഞിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ സ്ഥലം സന്ദർശിക്കാനും പരിക്കേറ്റവരെ കാണുവാനോ തയ്യാറാകാത്തത് രൂക്ഷമായ പ്രതിഷേധത്തിന് കാരണമായി. തൊടുപുഴ നഗരസഭ 12-ാം വാർഡ് കാരുപാറ ഞറുക്കുറ്റി ബൈപ്പാസ് റോഡ് ഗതാഗതയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. നിരവധി വട്ടം ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും നവീകരിക്കാൻ നടപടിയില്ല. ഹൈറേഞ്ചിൽ കോഴിയിറച്ചി വില കുതിക്കുന്നു. അടിമാലി മേഖലയിൽ 180-നടുത്താണ് കോഴിവില. അതികഠിനമായ വേനൽ മൂലം ഉൽപാദനം കുറഞ്ഞതാണ് വില കൂടാൻ പ്രധാന കാരണമെന്ന് വ്യാപാരികൾ. വാഴക്കുളം എടമനക്കളത്തിൽ കുടുംബയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും വൈവിധ്യമാർന്ന ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. പൊതുയോഗം രക്ഷാധികാരി റവറൻ ഡോക്ടർ ജോർജ് കാരക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ മൂന്നാർ ടൗണിൽ ഗതാഗത കുരുക്ക് വർദ്ധിച്ചു. തിരക്കേറിയതോടെ സഞ്ചാരികൾ ഏറെ സമയം റോഡിൽ വാഹനത്തിലിരിക്കേണ്ട സ്ഥിതിയാണുള്ളത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.